ഇന്റഗ്രേഷൻ. ആക്ച്വലി ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഭയങ്കര രസമോ ഭയങ്കര എളുപ്പമോ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഇന്റഗ്രേഷൻ എന്താന്ന് ആ പേരിന്റെ അകത്ത് തന്നെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ കണ്ണു വന്നൊന്ന് നോക്കി നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്താണ് നമ്മൾ അവിടെ ചെയ്യുന്നത്? വി ആർ ഇന്റഗ്രേറ്റിംഗ് തിങ്സ്. അതായത് ഇന്റഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സമപ്പ് ചെയ്യുക. അതായത് കൂട്ടി കൂട്ടി. നമ്മളെ ഇന്റഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? ചേർത്ത് വെക്കുന്നു. ഓക്കെ, അത് തന്നെ ഇന്റഗ്രേഷനിൽ ഒരുപാട് ചെറിയ കാര്യങ്ങളെ ചേർത്ത് വെച്ച് നമ്മുടെ വലിയൊരു കാര്യമാക്കി എടുക്കും. ഓക്കെ, ഇത് പറയുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ തോന്നാൻ, ചിലർക്ക് ഓൾറെഡി ഒരു ഐഡിയ മൈൻഡിൽ ഉണ്ടായിരിക്കും. നമ്മൾ ഇതൊന്നും അല്ലല്ലോ സ്കൂളിൽ പഠിച്ചത്, അല്ലെ കോളേജിൽ പഠിച്ചത്. ആക്ച്വലി സ്കൂളിലും കോളേജിലും എല്ലാം ഇത് എന്താണ് നല്ല രീതിക്ക് പഠിപ്പിച്ച ഇതെല്ലാം നമുക്ക് നല്ല രസം അടിപൊളിയായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇത് ബേസിക്കലി ഇന്റഗ്രേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറെ കാര്യങ്ങളെ കൂട്ടിച്ചേർത്ത് വലിയൊരു കാര്യമാക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു ഐഡിയ മാത്രം മൈൻഡിൽ മതി. എന്താന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. നമ്മളെ കോൺസെപ്റ്റ് പറയാൻ ഈ ഒരു സർക്കിളിന്റെ കേസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്, സർക്കിളിന്റെ ഏരിയ എന്താ? പൈ ആർ സ്ക്വയർ. എന്നാ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവർക്ക് ഈ ഏരിയയുടെ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എന്ന് എങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന്? ഓക്കെ, പക്ഷെ നമ്മള് അതെങ്ങനെ വരാം എന്ന് വേറൊരു രീതി പറഞ്ഞു തരാം. ഓക്കെ, നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമുണ്ട്, ഒരു സർക്കിളിന്റെ പെരിമീറ്റർ എന്തോന്നാ? 2πr. അതെങ്ങനെ വന്നിട്ടുണ്ടോ നമ്മൾ ഓൾറെഡി നമ്മുടെ റേഡിയൻ കോൺസെപ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ റേഡിയസിനോട് സെയിം ലെങ്ത് ഉള്ള ഒരു ആർക്ക് ലെങ്ത് ആണ്. അപ്പോൾ എന്താണ്, ഒരു സർക്കിൾ എടുത്താൽ മൊത്തം അതിൻ്റെ അകത്ത് 6 റേഡിയനും പിന്നെ ഒരു 0.28 റേഡിയനും എക്സ്ട്രാ കാണും. അതായത് ബേസിക്കലി മൊത്തം പറഞ്ഞാൽ 6.28 റേഡിയൻ. ഈ 6.28 റേഡിയൻ എന്ന് പറയുന്നത് ആക്ച്വലി 2π റേഡിയൻ തന്നെ. അതായത് 6.28 എന്ന് പറയുന്നത് 2π. ഓക്കെ, ഒരു റേഡിയന്റെ ലെങ്ത് റേഡിയസിനോട് സെയിം ആയിട്ട് സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2πr തന്നെ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ 2πr കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്തറിയാം? സർക്കംഫറൻസ് അറിയാം, ഇതിന്റെ മൊത്തത്തിലുള്ള വട്ടം 2πr ആണ് നമുക്കറിയാം. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ഏരിയ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വലിയ സർക്കിൾ കണ്ടില്ലേ, ഇതിനെ ഒരുപാട് റിങ്ങുകളാക്കി സ്പ്ലിറ്റ് ചെയ്യാം. മനസ്സിലായോ? ഇത് എങ്ങനെ വരുമെന്ന് കാണിച്ചതാ. ഇങ്ങനെ കണ്ടോ? ഇത് നോക്കുക. അതായത് നമ്മുടെ കയ്യിൽ ആദ്യം സർക്കിൾ ഉണ്ടായിരുന്നു, ആ സർക്കിളിനെ ഒരുപാട് റിങ്ങുകളാക്കി മുറിക്കുക. കണ്ടോ? ഓക്കെ, നമുക്ക് അപ്പൊ എന്ത് ചെയ്യാം? കുറെ റിങ്ങുകളാക്കി മുറിക്കാം. മുറിച്ചു വെച്ചിട്ട് ഇനി ഞാൻ ഈ പറയുന്ന അനിമേഷൻ നിങ്ങളുടെ മൈൻഡിൽ ചിന്തിക്കുക. ഓക്കെ, ഇതിനെ ഒരു റോപ്പിന്റെ ബണ്ടിലാന്ന് വിചാരിക്കണം. അതായത് ഒരു കയർ ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചേക്കുവാന്ന് വിചാരിക്കണം. ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഒരു കത്തി ചൂടാക്കിയിട്ട് ഈ കയറിന്റെ ഈ മേളിൽ നിന്ന് ഞാൻ ഇങ്ങനെ വെട്ടി താഴോട്ട് വരാൻ പോവാ. ഓക്കെ, വെട്ടി ദൈ നടുക്ക് വരെ ഞാൻ വെട്ടാൻ പോവാ. അങ്ങനെ വെട്ടുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഇവിടുന്ന് പൊട്ടി ഈ ഭാഗം ലെഫ്റ്റിലോട്ടും വീഴും, ഈ ഭാഗം റൈറ്റിലോട്ടും വീഴും അല്ലേ? ആ അനിമേഷൻ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ അനിമേഷൻ വെച്ച് ഞാൻ കാണിച്ചു തരാം എന്താണ് ആക്ച്വലി സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് മുമ്പ് നിങ്ങളുടെ മൈൻഡിൽ വേണം, നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന സർക്കിൾ ഉണ്ട്, ഈ സർക്കിളിന്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതേ സർക്കിളിനെ ഒരുപാട് റിങ്ങുകളാക്കി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത്, ഓക്കെ, ഇപ്പോഴും സർക്കിളിന്റെ ഏരിയ മാറിയിട്ടില്ല, ഏരിയ സെയിം തന്നെയാണ്, നമ്മൾ ഒരുപാട് റിങ്ങുകളാക്കി സ്പ്ലിറ്റ് ചെയ്ത്. ഇനി ഞാൻ പറഞ്ഞ നൈഫ് വെച്ച് കട്ട് ചെയ്യുന്ന അനിമേഷൻ ഒന്ന് കാണിച്ചു തരാൻ പോ, ശ്രദ്ധിച്ചോണ്ട. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ പൊട്ടി താഴെ വീണേക്കുന്നത് ഒരു ട്രയാങ്കിൾ പോലെ ഫോം ചെയ്തേക്കുന്നത് കണ്ട? അതായത് നമ്മളുടെ ഇവിടുന്ന് കട്ട് ചെയ്തു, ഓക്കെ, ഇവിടുന്ന് കട്ട് ചെയ്തതായി നടുക്ക് വരെ വന്ന് അപ്പോൾ എന്താ പറ്റി? ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് ഇങ്ങനെ അഴിഞ്ഞു വീണ് അത് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കിയത് ഈ ഒരു ട്രയാങ്കിൾ പോലിരിക്കും. കണ്ടോ? ഓക്കെ, ട്രയാങ്കിൾ പോലിരിക്കും. അതായത് ബേസിക്കലി ഈ സർക്കിളിനെ തന്നെയാണ് കട്ട് ചെയ്ത് ട്രയാങ്കിൾ ആക്കിയിട്ടേക്കുന്നത്. അപ്പൊ ഈ സർക്കിളിന്റെ അതേ ഏരിയ തന്നെ ആയിരിക്കും ട്രയാങ്കിളിന്റെ അതേ ഏരിയ. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്തോന്ന്? ഈ റേഡിയസ് അല്ലേ? കാരണം നമ്മൾ മുറിച്ചത് ഇവിടം വരെയല്ലേ എത്തിയേ. അപ്പൊ ഇത് അഴിഞ്ഞ് താഴെ വീഴുമ്പോ പിന്നെ ഇവിടം തൊട്ട് താഴെ വരെയുള്ള ഈ ഹൈറ്റ് വരെ അല്ലേ കാണും. അത് നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കിയാൽ നമ്മൾ വിഷ്വലി തന്നെ കണ്ടില്ലേ? വിഷ്വലി നിങ്ങൾ കണ്ണ് തുറന്ന് നോക്ക്, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്നേ ഉള്ളൂ. ഈ സർക്കിളിന്റെ ഹൈറ്റ് അല്ല, ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എങ്ങനെ ഈ റേഡിയസിനോട് സെയിം ആയിരുന്നു, അത് മനസ്സിലായേ? ഇനി മനസ്സിലാക്കേണ്ടുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ഈ ബേസ് കണ്ടോ, ഈ ഏറ്റവും താഴെ
ട്രയാങ്കിളിന്റെ. ഈ ട്രയാങ്കിളിന്റെ ഏറ്റവും ബേസിൽ കിടക്കുന്ന റോപ്പിന്റെ പീസ് ഏതാ? ഈ നീല കളർ ഇരിക്കുന്നല്ലേ. ഇവിടെ നോക്ക്, ഈ ഔട്ടർ മോസ്റ്റ് റിങ് അല്ലേ വെട്ടി ഏറ്റവും താഴെ ബേസ് ആയിട്ട് വീണേക്കുന്നത്. അത് നമുക്ക് ഒരു കാര്യം അറിയാം, ഈ ഔട്ടർ മോസ്റ്റ് റിങ്ങിന്റെ ലെങ്ത് എത്ര? 2πr. ഓക്കെ, അതായത് ബേസിക്കലി ഈ സർക്കിളിന്റെ പെരിമീറ്റർ എന്താണ്? 2πr. അപ്പൊ ഈ ഔട്ടർ മോസ്റ്റിൽ നിൽക്കുന്ന ആളുടെ ലെങ്ത് എന്തോന്നാ? 2πr. അപ്പൊ ഈ വെട്ടിയിട്ട് ആ ഏറ്റവും താഴെ വീണ ലാസ്റ്റ് പീസിന്റെ ലെങ്ത് എന്തോന്ന്? 2πr. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, സർക്കിളിന്റെ മീൻസ് അല്ല, ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്തോന്നാ? ഹാഫ് BH, അതായത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസ് ആരാ? ഈ കാണുന്ന 2πr അല്ലേ. ഹൈറ്റ് ആരാ? r. അപ്പൊ ഹാഫ് ഇൻറ്റു 2πr ഇൻറ്റു r, πr². കിട്ടി, യു നെയിൽഡ് ഇറ്റ്. അതായത് നമുക്ക് πr² എന്ന് കിട്ടി. πr² ആരാ? സർക്കിളിന്റെ ഏരിയ. ഓക്കെ, ഈ സർക്കിളിന്റെ ഇതേ സെയിം ഏരിയ തന്നെ ആയിരിക്കും ഈ ട്രയാങ്കിളിന്റെ. അപ്പൊ ഈ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് എന്താന്ന് കിട്ടി? πr². സോ സർക്കിളിന്റെ ഏരിയ πr². ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിൽ അവിടെ ഇന്റഗ്രേഷൻ ചിലപ്പോൾ സംശയം വരും. ഇതാ നോക്ക്, നമ്മൾ എന്താ ചെയ്തത്? ആക്ച്വലി വെട്ടി മുറിച്ച് റോപ്പിന്റെ പീസാക്കി താഴെ ഇട്ട് ആ റോപ്പിന്റെ പീസുകളെ അടുക്കി 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 വെച്ചല്ലേ നമ്മൾ ട്രയാങ്കിൾ ആക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ എന്താ പറയുന്നത്? ഒന്നിന്റെ കൂടെ ചേർത്ത് വെക്കുക. അതായത് ഏറ്റവും താഴെ വരുന്ന ഈ നീല റിങ് വെട്ടിയിട്ട പീസിന്റെ കൂടി പച്ച റിങ്ങിന്റെ പീസ് ചേർത്ത് വെച്ച്, അതിന്റെ കൂടി മഞ്ഞ ചേർത്ത് വെച്ച്, അതിന്റെ കൂടി ഓറഞ്ച് ചേർത്ത് വെച്ച്, പിങ്ക് ചേർത്ത്, വയലറ്റ് ചേർത്ത്, റെഡ് ചേർത്ത്, ഗ്രീൻ ചേർത്ത്, വയലറ്റ്, സയാൻ, അങ്ങനെ ചേർത്ത് മേളി വരെ എത്തി. അതിന്റെ ഫോർമേഷൻ നോക്കിയപ്പോൾ അത് ട്രയാങ്കിൾ പോലെ. കണ്ടോ? വെട്ടി മുറിച്ച് നമ്മൾ ചേർത്ത് വെച്ചത്. ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇതാണ് ഇന്റഗ്രേഷന്റെ ബേസ് മീനിങ്. മനസ്സിലായ? നമുക്ക് ഒരു ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഏരിയയുടെ കോൺസെപ്റ്റാ ഇത്. ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞ ഇന്റഗ്രേഷൻ ചെയ്യുന്നൊരു കോൺസെപ്റ്റാ. ഇതുപോലെ നമുക്ക് എല്ലാ കാര്യം ഇന്റഗ്രേഷൻ വെച്ച് ചെയ്യാം, കൂട്ടി ചേർത്ത് വെക്കാൻ എന്ത് കാര്യം ചെയ്യാം. ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത് എന്താ? നമുക്കൊരു ഷേപ്പ് ഉണ്ട്, ആ ഷേപ്പിന്റെ ഏരിയ നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ അറിയാവുന്ന ഒരു ഷേപ്പിലോട്ട് കൊണ്ടുകൊണ്ട് അതിന്റെ ഏരിയ ആക്കി. ഇതിനെ ഞാനിപ്പോ ഒരു ട്രയാങ്കിൾ പോലെ ആക്കി. ഇതിനെ വേണേൽ നിങ്ങൾക്ക് വെട്ടിമുറിച്ച് ഒരു എന്താക്കാം, റെക്റ്റാങ്കിൾ ആക്കാം. അപ്പൊ ലെങ്തിന്റെ ബ്രെഡ്ത്ത് എന്ന് വരും. അതെങ്ങനെയെന്ന് ചോദിച്ചത് ഇങ്ങനെ. ഇതായിരുന്നല്ല നമ്മുടെ ട്രയാങ്കിൾ. നമ്മൾ നേരെ നടുക്കുന്ന ഇങ്ങനെ മുറിക്കാൻ പോവാം. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? ഇങ്ങനെ രണ്ട് ഷേപ്പ് കിട്ടും. അങ്ങനെ മുറിച്ചാൽ ഈ ഓരോ ട്രയാങ്കിളിന്റെ ബേസ് ലെങ്ത് എന്തായിരിക്കും? നമുക്ക് ഓൾറെഡി അറിയാം, ഈ വലിയ ട്രയാങ്കിളിന്റെ ബേസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2πr. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിളിന്റെ നേരെ നടുക്കുന്ന മുറിക്കുന്നത്. അപ്പൊ ഈ ഈച്ച് സൈഡ് എന്ന് പറയുന്നത് 2πr ഡിവൈഡ് ബൈ 2 ആവും. എക്സാക്ട് ഹാഫ് ആണല്ലോ. അപ്പൊ എന്ത് കിട്ടും? πr എന്ന് കിട്ടും. ഓക്കെ, ഇത് രണ്ടും πr എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരെ ഇതിനെ ഒന്ന് വേറെ രീതി റീഅറേഞ്ച് ചെയ്യാം. വേണ്ട, ആ മുറിച്ച് വെച്ച രണ്ട് പീസുകൾ ഇങ്ങനെ ചേർത്ത് വെക്കാം. അപ്പൊ എന്ത് കിട്ടും? ഹൈറ്റ് സെയിം ആയിരിക്കും, റേഡിയസ്. ഈ ബ്രെഡ്ത്തോ πr എന്ന് കിട്ടും. നമുക്കറിയാം റെക്ടാങ്കിളിന്റെ ഏരിയ എന്തോന്നാ? ഇത് ഇവിടെ തെറ്റുണ്ടേ, ഹാഫിന്റെ ബേസിന്റെ ഹൈറ്റ് അല്ല, അത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാ. ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ലെങ്തിന്റെ ബ്രെഡ്ത്ത്. നമ്മുടെ ലെങ്ത് എത്ര? πr. ബ്രെഡ്ത്ത് എത്ര? r. അപ്പൊ എന്ത് കിട്ടും? πr ഇൻറ്റു r, πr². അത്രേ ഉള്ളു. ഇനിയാണ് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയേണ്ടത്. ഓക്കെ, നിങ്ങൾ ഈ ട്രയാങ്കിൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇത് പ്രോപ്പർ ട്രയാങ്കിൾ ആണോ? അല്ലല്ലോ. ആണ്ടേ, ഇവിടെ കുറച്ച് സൈഡിൽ ഇങ്ങനെ കുറെ തള്ളി ഇരിപ്പുണ്ട്, കണ്ടോ? പിന്നെ നമ്മൾ കുറെ സൂമിൻ ചെയ്ത് നോക്കി, ഇവിടെ കുറെ ചെറിയ ചെറിയ ബ്ലാങ്കുകൾ കാണാം. ഇതൊരു പെർഫെക്റ്റ് ട്രയാങ്കിൾ അല്ല. ഓക്കെ, നമ്മളിവിടെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ ഇതിനെ മുറിച്ചിട്ട് ട്രയാങ്കിൾ ആക്കി. അപ്പൊ ആ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചായിരുന്നു. പക്ഷെ ഇതൊരു പെർഫെക്റ്റ് ട്രയാങ്കിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഏരിയ അത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കില്ല. അത് ബേസിക്കലി നോക്കിയാൽ ട്രയാങ്കിൾ പോലെ ഇരിക്കുമെങ്കിലും ഇതൊരു പെർഫെക്റ്റ് ട്രയാങ്കിൾ അല്ല. മനസ്സിലായോ? അപ്പൊ എന്ത് കിട്ടും? ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ചെറിയൊരു ആക്യുറസി കുറവ് വരും. പക്ഷേങ്കിൽ ഒരു കാര്യം ചെയ്താൽ ആക്യുറേറ്റ് ആവും. എന്താണെന്നറിയോ? ഞാൻ ഈ കട്ട് ചെയ്ത റിംഗ് ഉണ്ടല്ലോ, അതിന്റെ ലെങ്ത് ഇച്ചിരി കൂടെ കൂട്ടിയാലോ? ഇനി ഒന്ന് അനിമേറ്റ് ചെയ്താലോ? നമ്മൾ നേരത്തെ വന്ന അതേ അനിമേഷൻ. ഇനി ഇതാ ഈ ട്രയാങ്കിൾ ഒന്ന് നോക്കിയേ. ഓക്കെ, ഇറഗുലാരിറ്റി ഉണ്ട്, പക്ഷെ നമ്മൾ തൊട്ടു മുമ്പ് കണ്ട ട്രയാങ്കിളിനെക്കാട്ടി ഇച്ചിരി കൂടെ മെനയുണ്ട്. ഓക്കെ, തൊട്ടു മുമ്പ് കണ്ട ട്രയാങ്കിളിനെക്കാട്ടിലും ഇതിന് ഇച്ചിരിയും കൂടെ ട്രയാങ്കിൾ പോലെ തോന്നുന്നുണ്ട്.
മനസ്സിലായി? നിങ്ങൾക്ക് ആ തൊട്ട് മുമ്പുള്ള ഇമേജ് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇവിടെ? ട്രയാങ്കിളിന്റെ മീൻസ് നമ്മുടെ സർക്കിളിന്റെ സ്പ്ലിറ്റ് കൂട്ടിയപ്പം അതായത് എത്രത്തോളം റിംഗ് ആയിട്ട് മുറിക്കുന്നോ അത്രത്തോളം ഇതിനെ ഒരു ട്രയാങ്കിൾ ആയിട്ട് കിട്ടാൻ തുടങ്ങി, പെർഫെക്റ്റ്. ഇനി അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇത് റീസെറ്റ് ചെയ്തിട്ട് ഇതിന്റെ ലെങ്ത് മാക്സിമത്തിൽ എത്തിച്ച്. ഓക്കെ, ഇനി ഞാൻ മുറിച്ചിട്ട് ഇത് കണ്ടോ? ഇതൊരു ഇച്ചിരി കൂടെ മെനയുള്ള ട്രയാങ്കിളെ കണ്ടില്ലേ, തൊട്ട് മുമ്പുള്ളതിനെക്കാട്ടില്. അതായത് ബേസിക്കലി നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലായി, ഞാൻ എത്രത്തോളം റിങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നോ അത്രത്തോളം ഇത് കറക്റ്റ് ഒരു ട്രയാങ്കിളായിട്ട് എനിക്ക് റീഅറേഞ്ച് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഞാൻ കണ്ടുപിടിക്കുന്ന ഏരിയ അത്രത്തോളം ആക്യുറേറ്റും ആയിരിക്കും. നിങ്ങൾക്ക് ആ റിങ് കട്ട് ചെയ്യുന്ന കാര്യം മനസ്സിലായില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ ആദ്യത്തെ ഒരു സർക്കിൾ മാത്രമേ ഉള്ളൂ, റിംഗ് ഒന്നും ഇല്ല. കട്ട് ചെയ്തു, ഞാൻ ഒരു ട്രയാങ്കിളായിട്ട് റീഅറേഞ്ച് ചെയ്യാൻ നോക്കാം. എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാലും യാതൊരു പ്രയോജനവും ഇല്ല. കാരണം നമ്മളിവിടെ ഈ മുറിച്ചിട്ടേക്ക് കിട്ടിയ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ അല്ലല്ലോ. പക്ഷെ ഞാൻ മാറ്റിയിട്ട് രണ്ട് റിങ് ഇട്ടിട്ട് ഞാൻ കട്ട് ചെയ്ത്. ഇപ്പൊ നോക്ക്, ഒരു ഇച്ചിരി കൂടെ സിമിലർ ആയില്ലേ? ഇനി ഞാൻ ഒരു 4 റിങ് ഇട്ട് ഇനിയും കട്ട് ചെയ്ത്. കാണണ്ട, ഞാൻ എത്രത്തോളം കട്ട് ചെയ്യുന്നോ അത്രത്തോളം ഒരു ട്രയാങ്കിളായിട്ട് സിമിലർ ആയി വന്നോണ്ടിരിക്കുകയല്ലേ. ഇവിടെ നോക്കി, ഇവിടെ കണ്ട കുറെ ബൾജ് ചെയ്ത് വെളിനിപ്പുണ്ട്, ഇവിടെ കുറെ മിസ്സിംഗ് പാർട്ടുകളുണ്ട്, കണ്ടോ? ഇനി അപ്പൊ ഞാൻ എന്ത് ചെയ്ത് വീണ്ടും റീസെറ്റ് ചെയ്ത് 4 9 ആക്കി. കണ്ടോ? ഇവിടെ കണ്ടോ? ഇവിടെ ഒരു ട്രയാങ്കിൾ പോലെ ഫോം ചെയ്ത് വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? ആണോ? നോക്ക്, ഇപ്പൊ നേരത്തെ ഉള്ളതിനെക്കാട്ടിലും ഇത് കാണാൻ ഒരു ഇച്ചിരി കൂടെ ട്രയാങ്കിൾ പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നേരത്തേക്കാട്ടിലും ആക്യുറേറ്റ് ആയിരിക്കുമല്ലോ. ഇത് ഞാൻ 9 മാറ്റി ഒരു 20 ഇട്ട്, അല്ല 21 ഇട്ട്. ഇപ്പൊ ഇവനെ കാണാൻ തോന്നിയ ട്രയാങ്കിൾ പോലെ ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ നമ്മൾ എത്രത്തോളം റിങ്ങുകളായിട്ട് കട്ട് ചെയ്യുന്നോ അത്രത്തോളം ആക്യുറേറ്റ് ആവുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇന്റഗ്രേഷന്റെ വേറൊരു കാര്യം. അതായത് നമ്മൾ എത്രത്തോളം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നവർ അത്രത്തോളം ആക്യുറേറ്റ് ആവും. ഇവിടെ നമ്മൾ മാക്സിമം 30 വരെ കട്ട് ചെയ്ത്, ഇതിനെ 30 കൂടുതൽ 60 കട്ട് ചെയ്താൽ അത്ര ആക്യുറേറ്റ് ആവും. 100 റിങ്ങായിട്ട് കട്ട് ചെയ്താൽ അത്ര ആക്യുറേറ്റ് ആവും. 1000 ആയിട്ട് കട്ട് ചെയ്താൽ അത്ര ആക്യുറേറ്റ് ആവും. അങ്ങനെ നമുക്ക് മാക്സിമം എത്ര വരെ പോകാം? ഇൻഫിനിറ്റി വരെ വേണേ കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഡിഫറൻസിയേഷനിൽ പഠിച്ച എന്താ? ടെൻസ് ടു 0. ഇവിടെ എന്താ നമുക്ക് വേണ്ടുന്നത്? ടെൻസ് ടു ഇൻഫിനിറ്റി. മനസ്സിലായോ? ഇതാ ഒരു വ്യത്യാസം. ഇനി ഞാൻ ഇപ്പൊ ഏരിയ കണ്ടുപിടിക്കുന്നതല്ലേ, ഇതേ ഒരു കാര്യം തന്നെ വേറെ കുറച്ച് എക്സാമ്പിൾ ഇട്ട് കാണിച്ചു തരാം. ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് മാത്രം കണ്ടാൽ മതി. നമ്മൾ കുറച്ച് മുമ്പേ കണ്ട നമ്മുടെ സർക്കിളിന്റെ സെയിം സാധനം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്ത്, ഇവിടെ റീഅറേഞ്ച് ചെയ്ത് ഇതിനെ വലിയൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കുക. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. അപ്പൊ എന്താ ഈ സർക്കിളിന്റെ ഏരിയ നമുക്കൊരു ട്രയാങ്കിളിന്റെ ഏരിയ ആയിട്ട് കണ്ടുപിടിക്കാം. അല്ല, ഇപ്പം എൻ്റെ കയ്യിൽ ഒരു പരാബോള തരുന്നത്. ഓക്കെ, എൻ്റെ അടുത്ത് പറയും ഈ പരാബോളയുടെ ഈ അടിയിലുള്ള ഇത്ര ഏരിയ കണ്ടുപിടിക്കാൻ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഈ പരാബോളയുടെ അടിയിലുള്ള ഈ പാർട്ടിനെ എനിക്ക് കുറെ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്തിട്ട് ഈ ലെഫ്റ്റിലുള്ളതിനെ ആണ് ഈ മേളിൽ വെച്ചേക്കുന്നത്, റൈറ്റിലുള്ളതിനെയാണ് ഈ താഴെ വെച്ചേക്കുന്നത്. അതിനെ എനിക്ക് റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഒരു പാരലലോഗ്രാം പോലെ ആക്കി എടുക്കുക, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ പോലെ ആക്കി എടുക്കുക. ഇനി എത്രത്തോളം കട്ട് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. സ്റ്റിൽ ഇവിടെ ബ്ലാങ്ക് ഒക്കെ ഉണ്ട്, പക്ഷേങ്കിൽ നമുക്ക് എന്താ ഒരു അപ്രോക്സ് ഒരു ഐഡിയ കിട്ടും. മനസ്സിലായോ? ഇനി ഒരു ഭയങ്കര ഒരു ഇറഗുലർ സ്ട്രക്ചർ എടുത്തെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് എനിക്ക് ഒരുപാട് പീസായിട്ട് ഇങ്ങനെ മുറിക്കുക, എന്നിട്ട് അതിനെ കൊണ്ട് ഇവിടെ പല രീതിയിൽ റീഅറേഞ്ച് ചെയ്യുക, എന്നിട്ട് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് ട്രപ്പീസിയം പോലെ ആക്കാം. അപ്പൊ ആ ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. മീൻസ് ട്രപ്പീസിയം അല്ല, ട്രപ്പിസോയിഡിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അത്രേ ഉള്ളു. ആ ഒരു ഐഡിയ കിട്ടിയില്ലേ എന്താണ് ഇന്റഗ്രേഷൻ എന്നുള്ളത്? ഇതാണ് ഇന്റഗ്രേഷൻ. ഒരുപാട് പീസുകളായിട്ട് മുറിക്കുക, ചേർത്ത് വെക്കുക. ബേസിക്കലി ഇന്റഗ്രേറ്റിംഗ്, വി ആർ ഇന്റഗ്രേറ്റിംഗ് ദാറ്റ് തിങ്. അത്രേ ഉള്ളൂ. അത് നമ്മൾ കൂട്ടിച്ചേർത്ത് വെക്കുന്നു. മനസ്സിലായോ? ഇതാണ് ആ ബേസ് ഐഡിയ.